സ്പെക്സ് കണ്ടില്ലേ, ഇത് പാറുവിൻ്റെയാണ് കേട്ടോ. ഒരു 6-6.5 വർഷമായിട്ട് ഇത് ഞങ്ങളെ കൂടെ തന്നെ ഉള്ള പാറുവിൻ്റെ സന്തത സഹചാരിയാണ് കേട്ടോ. പാറു സ്പെക്സ് വയ്ക്കുന്ന കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, ലോങ് സൈറ്റ് ആണോ ഷോർട്ട് സൈറ്റ് ആണോ, പവർ എത്രയാന്നൊക്കെ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ അറിയില്ല കേട്ടോ. ഞങ്ങൾ ഇത്രയും കാലം അവളെ കണ്ണൊക്കെ കാണിച്ചിട്ടും ഇതിൻ്റെ പവറും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ആരും ഒരു ഡോക്ടർമാരും അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടും പാറു അങ്ങനെ നമ്മളെ മുഖത്തേക്ക് നോക്കി സാധനങ്ങളിലേക്ക് നോക്കി റെസ്പോണ്ട് ചെയ്യുകയൊന്നും ചെയ്യണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ NICU ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഡോക്ടർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഡിലേ ആവും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അന്നൊക്കെ എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ വൈകുമായിരിക്കും, അല്ലെങ്കിൽ സംസാരം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരെ ഈ ഡെവലപ്മെൻറ്റൽ ഡിലേ എഫക്റ്റ് ചെയ്യുന്നുള്ളത് പോകെയാണ് കേട്ടോ മനസ്സിലായി തുടങ്ങിയത്. പിന്നെ ഇതൊരു ലോങ് വീഡിയോ ആണ്, ഒരു ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ കുറച്ച് കഥകളൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര തോനെ വളഞ്ഞ് മൂക്ക് പിടിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞാലേ ഉള്ളൂ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ഇൻഫോർമാറ്റീവ് വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പാറുവിനെ മാതിരി ഉള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആളുകൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. നമ്മൾ റെഗുലറായിട്ട് 3 മാസം 6 മാസം കൂടുമ്പോൾ മോളുടെ ഓരോ ചെക്കപ്പും കാര്യങ്ങളും ചെയ്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ ചെവി ആണെങ്കിലും കണ്ണാണെങ്കിലും ന്യൂറോ റീഹാബിറ്റേഷൻ ഒക്കെ നമ്മളിങ്ങനെ റെഗുലറായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പം 3 മാസം കൂടുമ്പോൾ നമ്മളിങ്ങനെ കണ്ണ് നോക്കുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ കണ്ണിന് കുഴപ്പമില്ല, കണ്ണിൻ്റെ പാട്ടുകൾ ഓക്കെയാണ്, ഞരമ്പുകൾ ഓക്കെയാണ്, കാഴ്ച ഓക്കെയാണ്, എല്ലാം പറയും. ഇനി അടുത്ത മാസം അതേപോലെ തന്നെ 3 മാസം 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് വരും. എന്നിട്ടും ഒരു വയസ്സും 1.25 വയസ്സൊക്കെ ആയിട്ടും അവളുടെ കാര്യങ്ങളിലേക്കൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ഡിലേ ആവോ, എന്താ സംഭവം എന്താണെന്ന് അങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 1.25 കഴിഞ്ഞു 1.5 അടുത്തപ്പം അവൾ ഈ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറ്, ലൈറ്റ്, പിന്നെ എന്തെങ്കിലും ഈ മൂവ് ചെയ്യുന്ന സാധനങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മളെ നോക്കില്ല, ഐ കോണ്ടാക്ട് ഇല്ല, ഒരു സാധനത്തിലേക്ക് കുറച്ചധികം നേരം നോക്കില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഇൻഹാൻസിലൊക്കെ തെറാപ്പിക്ക് പോകുന്ന സമയമാണ്. അപ്പോൾ അവിടുന്ന് തെറാപ്പിസ്റ്റ് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ പാലക്കാടുള്ള ജില്ലാ ഹോസ്പിറ്റലിലെ ഗീത എന്ന് പറയുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയിട്ടോ. ആള് ഓഫ്തമോളജി പീഡിയാട്രിക് ആണ്. അപ്പോൾ അങ്ങനെ കാണിക്കാൻ പോയതാണ്. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോയത്, ഞങ്ങൾ അക്കോനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങളുടെ ഈ ജൈത്രയാത്ര ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി മക്കളെ കാണിച്ചു. അപ്പോൾ മുന്നേ ഡോക്ടറെ വിളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ചപ്പോൾ ഈ സ്പെഷ്യൽ ക്ലിനിക്ക് ഉള്ളത് ശനിയാഴ്ചയാണെന്ന് പറഞ്ഞത് പ്രകാരം അന്നത്തെ ദിവസമാണ് പോയത്. അപ്പോൾ നമുക്ക് കൺസിഡറേഷൻ തരും കേട്ടോ, സ്പെഷ്യൽ കിഡ്സിൻ്റെ ക്ലിനിക്കാണ് ശനിയാഴ്ച ദിവസം, ബാക്കി എല്ലാ ദിവസവും ഡോക്ടർ വേറെ വേറെ ക്ലിനിക്കിലായിരിക്കും. അപ്പോൾ അവിടെ പോയി നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അന്ന് മുതലാണ് നമുക്ക് പുതിയൊരു തെറാപ്പിയും കൂടി ഡോക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു, വിഷൻ തെറാപ്പി. അപ്പോൾ അതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഫിസിയോ ചെയ്യാറുണ്ടായി, OT ഒക്യുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സോളോയിങ് തെറാപ്പി, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിലേക്ക് നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ് പറയാറ് ഓരോ ലൈറ്റുള്ള സാധനങ്ങളും സൗണ്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം കാണിച്ചു കൊടുക്കുക, അവർ ട്രാക്ക് ചെയ്യുന്നവരെ കാണിച്ചു കൊടുക്കുക എന്ന് പറയും. അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് കണ്ണിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നില്ല. കണ്ണ് ചെക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ കണ്ണ് നോർമലാണ്, കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ അവളൊരു സാധനത്തിലേക്ക് നോക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അതായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗീത ഡോക്ടർ നമുക്ക് വിഷൻ തെറാപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അവർ കാണുന്നുണ്ട് സംഭവം, പക്ഷേ നമ്മൾ കാണുന്ന ഇമേജ് അല്ല ഇവർ കാണുന്നത്. അവർക്ക് നമ്മൾ കാണുന്ന അതേ ഷേപ്പിലോ അതേ കളറിലോ നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്കറിയാം എത്ര ദൂരം ഉണ്ട്, ദൂരെ നിൽക്കുന്നതാണോ അടുത്തുള്ള സാധനമാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ ഒരു തിരിച്ചറിവോ കാര്യങ്ങളോ ഇവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയമായതുകൊണ്ട് സ്പെക്സ് വെച്ചാൽ കുറച്ചുകൂടി ബെറ്ററാണ്, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ വെച്ചതാണ്. അല്ലാതെ കണ്ണിനൊരു കുഴപ്പമുണ്ടെന്നോ പവർ എത്രയാണെന്നൊന്നും പറഞ്ഞിട്ട് വെച്ചതല്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തെറാപ്പി കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഒരു ഡാർക്ക് റൂം സെറ്റ് ചെയ്തു. ഡാർക്ക് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ കുട്ടിപ്പറ ഉണ്ടാക്കി കളിക്കില്ലേ, അതേപോലെ ഒരു കോർണറിൽ വെച്ച് ഞങ്ങൾ PVC പൈപ്പൊക്കെ വെച്ച് ഒരു വീട് മാതിരി ഉണ്ടാക്കിയിട്ടു. എന്നിട്ട് അതിൻ്റെ മേലെ കർട്ടനൊക്കെ പൊതിഞ്ഞ്, കർട്ടനല്ല കംപ്ലീറ്റ് ഒരു കളർ വേണം, അതായത് ഫുൾ ഒരു കളറില്ല, ഇതിലൊരു ഡാർക്ക് കളറുള്ള കുറേ പ്രിൻറ്റോ പൂക്കളോ ഉള്ളോ അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ഡാർക്ക് കളറുള്ള ഒരു കമ്പിളി വെച്ച് പൊതിഞ്ഞു. അതിൻ്റെ അകത്ത് എന്നെയും പാറൂനെയും മാത്രം ഇരിക്കാൻ പാകത്തിന്, പിന്നെ ഒരൊറ്റ ലൈറ്റ് മാത്രം ഇട്ടു. അപ്പോൾ സാധാരണ ഞാൻ സ്പീച്ച് ചെയ്യുമ്പോൾ അവൾ അങ്ങനെ കോർണറിലിരുത്തി ഞാൻ ഓപ്പോസിറ്റ് ഇരുന്നിട്ടാണ് സ്പീച്ചും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറ്. ആ സമയത്ത് അവൾ എന്നെ നോക്കില്ല, ചുറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ വെളിച്ചം വരുന്നത് നോക്കും, പിന്നെ കർട്ടൻ ഇളകുന്നത് നോക്കും,
പിന്നെ ഞാനിങ്ങനെ റൂമൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ട് തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ കളറുള്ളതൊക്കെ ഇളകി കളിക്കുന്നതൊക്കെ അവൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ നോക്കും. അവൾ എന്നെയോ ഞാൻ പറയുന്ന കാര്യങ്ങളോ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഡാർക്ക് റൂം ആക്കി അതിലിരുത്തി തുടങ്ങിയേരെ അവൾക്ക് ചുറ്റുള്ളതൊന്നും കാണാനില്ല, എന്നെ മാത്രമേ കാണുള്ളൂ. ആ അവസ്ഥയിൽ അവളിങ്ങനെ കുറേ ഞാനിങ്ങനെ അതിലിരുന്നിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഓരോ ആ ലൈറ്റ് കാണുമ്പോൾ അവൾക്ക് എന്നെ മാത്രമേ കാണാനുള്ളൂ, ബാക്കിയൊന്നും കളറുള്ളതൊന്നും ഇല്ല. അപ്പം ഞാൻ കാണിക്കുന്ന കാര്യങ്ങളും എന്നെയും മാത്രം അവൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ പതിയെ 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 ഐ കോണ്ടാക്ട് വന്നു കേട്ടോ. പിന്നെ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി, എന്നെ കാണുമ്പോൾ ചിരിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തി. പിന്നെ ഞാനിങ്ങനെ ഓരോ ഒബ്ജക്റ്റ്, ഇപ്പോൾ അവൾ ഡെയിലി ഉപയോഗിക്കുന്ന, അവൾ കളിക്കുന്ന ബോള്, ബ്രഷ്, ഗ്ലാസ്, സ്പൂണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നു. പിന്നെ അത് ഞാനിങ്ങനെ രണ്ട് കയ്യിൽ മാറ്റി പിടിച്ചിട്ട് ബോൾ എവിടെയെന്ന് നോക്കുമ്പോൾ അവൾ കണ്ണോണ്ട് കണ്ണ് വെച്ചിട്ട് പോയിന്റ് ചെയ്യാൻ തുടങ്ങി. ബോൾ എവിടെ, ബ്രഷ് എവിടെ നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെ പോയിന്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അത് ഞങ്ങൾക്ക് വലിയൊരു മാറ്റമായിരുന്നു. കണ്ണിനെ തന്നെ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കാണിച്ചപ്പോൾ അവളെ ചിരി കൂടാൻ തുടങ്ങി, നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഡാർക്ക് റൂം ഒഴിവാക്കി പുറത്തിരുന്നിട്ടാണെങ്കിലും ഞാനും അവളും കൂടി കളിക്കുമ്പോൾ അവൾ എന്നെ നോക്കാനും എന്നെ തിരിച്ചറിയാനും എന്നോട് ചിരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ ഒരു ദൃഷ്ടി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ ആഡ് ചെയ്തു. പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് പോയില്ലെങ്കിലും ഡോക്ടറുമായിട്ട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ദൃഷ്ടി ഗ്രൂപ്പിലൂടെ പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഒരു തവണയും കൂടി ഞങ്ങൾ പാലക്കാട് പോയിണ്ടായിരുന്നു കേട്ടോ, പവർ ഇതേ സെയിം സ്പെക്സ് തന്നെ യൂസ് ചെയ്താൽ മതിയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. പിന്നെ ഞങ്ങൾ മൈസൂർ പോയാൽ പിന്നെ കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ ന്യൂറോ മാറ്റി കാണിച്ചു എന്ന് പറഞ്ഞില്ലേ, അബ്ദുൽ ഗഫൂർ ഡോക്ടറെ ആയിരുന്നു മുന്നേ കാണിച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലുള്ള മിംസിലുള്ള സ്മിലു എന്ന് പറയുന്ന ഡോക്ടറെ കേട്ടോ ന്യൂറോയ്ക്ക് കാണിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ കാണിക്കാൻ ഫസ്റ്റ് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രകാരം അവിടുത്തെ ഒഫ്തമോളജിസ്റ്റിനെ ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ അപ്പോൾ അവിടെ കാണിച്ചപ്പോഴാണ് ഞാൻ പുതിയൊരു വേർഡും കൂടി മനസ്സിലാക്കിയത്, CVI എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ CVIനെ പറ്റി പറയാനാണ് ഞാൻ ഇത്രയും ഒരു സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ CVI എന്താണെന്ന് വെച്ചാൽ സെറിബ്രൽ വിഷൻ ഇമ്പയർമെൻ്റ് ആണ് CVIൻ്റെ ഫുൾ ഫോം. അതായത് നമ്മളെ കാഴ്ചയെ പ്രോസസ്സ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ച വൈകല്യമാണ് ഈ CVI എന്ന് പറയുന്നത്. അതായത് നമ്മൾ കാണുന്ന ഒരു സാധനത്തിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ബ്രെയിനിലേക്ക് വിടും. ആ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഇമേജ് ആക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ ഇവർക്ക് ഡാമേജ്, അതായത് ആ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഇമേജ് ആയിരിക്കില്ല ഈ CVI ഉള്ള കുട്ടികൾ കാണുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കളറായിരിക്കില്ല, ഷേപ്പ് ആയിരിക്കില്ല, ഡിസ്റ്റൻസ് ആയിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ CVI ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവുക ഈ ലൈറ്റ്, മൂവ്മെൻ്റ് ഉള്ള സാധനങ്ങൾ, അതിനൊക്കെ ആയിരിക്കും. ഇതൊന്നും ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഈ ഒരു വേർഡ് ഡോക്ടർ CVI ഉള്ള കുട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, അതിനെപ്പറ്റി ഒന്ന് പഠനം നടത്തി നോക്കിയപ്പോഴാണ് അറിയണത് നമ്മുടെ CVIൻ്റെ കേരളത്തിലെ ഫസ്റ്റ് ക്ലിനിക്ക് ഉള്ളത് ഗീത ഡോക്ടറിൻ്റെ നേതൃത്വത്തിൽ വന്ന പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഈ വിവരമൊന്നും അറിയാതെയാണ് ഞങ്ങൾ അവിടെ പോയതും ഡോക്ടറെ കാണിച്ചതും ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോലുള്ള ഇതേപോലെയുള്ള കുട്ടികൾക്ക് അപ്പോൾ സാധാരണയായിട്ട് ഈ ബ്രെയിനിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കുട്ടികളോ, ഈ നേരത്തെ ഡെലിവറി നടക്കുന്ന കുട്ടികൾ, പിന്നെ എന്തെങ്കിലും തലയ്ക്ക് ക്ഷതമേൽക്കുന്ന കുട്ടികളിൽ ഹൈഡ്രോസെഫലസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടല്ലോ, തലയിൽ ഫ്ലൂയിഡ് നിറയുന്നത്, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് സാധാരണ ഈ CVI എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടുവരുന്നത്. അപ്പം പാറു CVI വിക്റ്റിം ആണെന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായത്. മുന്നേ സംഭവം ഇത് CVIനെ കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് അറിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ആ ഒരു സമയം പറഞ്ഞൊരു 2 വയസ്സിന് മുന്നേ 1.25 വയസ്സായപ്പോഴേക്കും ഞങ്ങൾ അതിൻ്റെ അവിടെ എത്തി, ഗീത ഡോക്ടറിൻ്റെ അടുത്ത് എത്തി, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ വന്നു. പക്ഷേ സംഭവം ഇങ്ങനെയൊക്കെ കൊണ്ടാണ് എന്നുള്ളത് അറിഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യസമയത്ത് ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടും ഇപ്പോഴും ഈ കാര്യങ്ങളൊന്ന് അറിയുകയും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ CVI ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത്. ഇപ്പോൾ കോഴിക്കോട് തന്നെ മിംസിൽ ക്ലിനിക്ക് ഉണ്ട്. ഇനി വേറെ എവിടേക്കാനുള്ളതെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തിനാ ഫസ്റ്റത്തെ കഥകളൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ പാറു ഇങ്ങനെ ഇളകുന്ന കാര്യങ്ങളിലേക്ക് നോക്കുക, ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ലൈറ്റ് ഉള്ളതിലേക്കൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആണ് കേട്ടോ.
സാധാരണയായിട്ട് ഇത് കുട്ടികളിലാണ് കണ്ടുവരുന്നതെങ്കിലും വലുതാവുന്നതിനനുസരിച്ച് ചിലവരിൽ ഇത് മാറ്റം വരാം, ചിലവരിൽ മാറ്റം വരാതെ ഇതേപോലെ തന്നെ തുടങ്ങാം. ഒക്കെ നമ്മൾ കുറേ പേർക്ക് നമ്മളിങ്ങനെ ഓരോ വിഷൻ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിലൂടെ മാറ്റം വരും കേട്ടോ. ഇനിയിപ്പോൾ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന് കാഴ്ചക്കുറവ് കാണിക്കും, രണ്ട് ഇപ്പോൾ കാണുന്ന കാര്യങ്ങളോടുള്ള പ്രതികരണം കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും. നമ്മൾ പ്രതികരിക്കുന്ന അത്ര സ്പീഡിൽ അവർ പ്രതികരിക്കില്ല. പിന്നെ എല്ലാ ഭാഗത്തേക്കും നോക്കാനുള്ള ഒരു താല്പര്യക്കുറവ്. ഇപ്പോൾ പാറുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾ ഈ 3 സൈഡിലും പെട്ടെന്ന് നോക്കും. ഇപ്പം ഞാൻ എന്തെങ്കിലും കളിപ്പാട്ടോ സാധനങ്ങളോ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് നോക്കും. ഈ ഒരു താഴേക്ക് വെച്ച് കൊടുത്താൽ ഒരു ഇത്തിരി ഇഷ്ടമില്ലാത്ത മാതിരി കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ താഴേക്ക് നോക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഭാഗത്തേക്കും നോക്കാനുള്ള താല്പര്യക്കുറവൊക്കെ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു സിംറ്റമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തെറാപ്പീൻ്റെ വിഷൻ തെറാപ്പിയിൽ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ ഐൻ്റെ ട്രാക്കിങ്ങിൽ വരുന്നതാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓരോ ഡയറക്ഷനിൽ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കുക. ഞാൻ അവൾക്ക് മെഴുകുതിരി കത്തിച്ചിട്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ അവൾ കുറച്ചുകൂടി ഇഷ്ടത്തോടെ നോക്കും. അപ്പോൾ അതിങ്ങനെ ഓരോ ഇതിലിങ്ങനെ ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഒക്കെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് അവളിങ്ങനെ കണ്ണുകൊണ്ടുള്ള മൂവ്മെൻറ്റും കൂടി അവൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഗീത ഡോക്ടർ പറഞ്ഞു തന്നത് വെച്ചിട്ടാട്ടോ നമ്മൾ ചെയ്തു വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുഴുവൻ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കേട്ടപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കാനാട്ടോ ശ്രമിച്ചത്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാര്യത്തിനെ കുറിച്ചും കൂടി ഒന്ന് അന്വേഷിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഏഞ്ചൽ കിഡ്സിൻ്റെ ബാക്കിയുള്ള മുന്നുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ, ഇതേപോലെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള നമ്മളെ നിരാമേൻ്റെയും ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ വീഡിയോസ്, അതും കൂടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.